ഹായ് ഓൾ, ഇന്ന് നമ്മൾ കുറച്ച് റണ്ണിങ് ഫാബ്രിക്സിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയച്ചോളാം. നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കരുത്. നിങ്ങളുടെ മൂവാറ്റുപുഴയുള്ള ഫ്രണ്ട്സിനോട് റിലേറ്റീവ്സിനോടൊക്കെ പറയണം നമ്മുടെ ഷോപ്പിൻ്റെ കാര്യം. മൂവാറ്റുപുഴയിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്, എംസി റോഡിലാണ്. ടൗണിൽ നല്ല തിരക്കും ബ്ലോക്കൊക്കെയാണ്. സോ അതിൻ്റെയൊക്കെ തിരക്കൊന്നും ഇല്ലാണ്ട് നല്ല സ്വസ്ഥമായിട്ടുള്ളൊരു സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഇരിക്കുന്നത്. കോട്ടയത്തിന് പോകുന്ന വഴിക്കാണ്. 250 മീറ്ററാണ് ടൗണിൽ നിന്നുള്ളൂ കേട്ടോ. സോ ഇഷ്ടംപോലെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ മൂവാറ്റുപുഴയിൽ നിന്നുള്ള ആരെങ്കിലും നിങ്ങളുടെ കസിൻസോ റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് പറയുക നമ്മുടെ ഷോപ്പിൻ്റെ കാര്യം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണാം. ഞാനിന്ന് ഇട്ടിരിക്കുന്നത് പ്യുവർ ആയിട്ടുള്ള വിസ്കോസ് ഓർഗൻസ ഫാബ്രിക്കിലേക്ക് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്കൊരു ചെറിയൊരു ഫംഗ്ഷനും കാഷ്വൽ വെയർ ആയിട്ട് നല്ല പ്രീമിയം ലുക്കിൽ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. 44 ഇഞ്ചസ് ആണ് വിട്ട് വരുന്നത്. നമുക്ക് സാരി ആക്കാനും പറ്റുന്ന മെറ്റീരിയലാണ്. സോ ഇത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കാണിച്ചതെന്നുള്ളൂ. കഴിഞ്ഞ ദിവസം ഇത് ഇട്ടിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ എൻക്വയറിയും കമൻറ്റൊക്കെ ഉണ്ടായിരുന്നു. സോ എനിക്ക് അന്ന് റിപ്ലൈ തരാൻ പറ്റിയില്ല. കാരണം നമുക്ക് സ്റ്റോക്ക് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കുറച്ചധികം സ്റ്റോക്ക് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഓൺലൈനിൽ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അന്ന് പറയാതിരുന്നത്. സോ ഇത് അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ നല്ല ജെറ്റ് ബ്ലാക്ക് കളറിലേക്കാണ് വന്നേക്കുന്നത്. ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി 475 ആണ് പെർ മീറ്റർ റേറ്റ്. ദുപ്പട്ട ഇത് കണ്ടോ, ക്രോഷറ്റ് ലേസ് വരുന്ന ദുപ്പട്ട ഞാൻ ഡൈ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇത് കണ്ടോ, ഞാനിപ്പോൾ കൂടുതലും ഡൈ ചെയ്താണ് എടുക്കുന്നത്. ഡൈ ചെയ്താൽ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ കുറച്ച് കെയർ ചെയ്ത് യൂസ് ചെയ്യണം. പക്ഷേ എനിക്ക് ഈ ദുപ്പട്ട ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇടാൻ ഭയങ്കര കംഫർട്ടബിൾ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനത്തെ ഡൈ ചെയ്താണ് എടുക്കുന്നത് കേട്ടോ. സോ ഈ ദുപ്പട്ട നിങ്ങൾക്ക് വൈറ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ വൈറ്റ് ആയിട്ട് എടുക്കാം, ഡൈ ചെയ്തെടുക്കണമെങ്കിൽ ഡൈ ചെയ്ത് എടുക്കാം. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഗജി സിൽക്കിൽ വന്നിരിക്കുന്ന റാണി പിങ്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് കേട്ടോ. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു റാണി പിങ്ക് ഷെയ്ഡാണ്. കഴിഞ്ഞ പ്രാവശ്യം കുറേ പേര് ചോദിച്ചായിരുന്നു. റീസ്റ്റോക്ക് വന്നാണ് കേട്ടോ, തീർന്നു പോയായിരുന്നു. ഇങ്ങനെ വരുന്നു. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. നമുക്ക് കോട്ട് സെറ്റ് സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഫാബ്രിക്കാണ് കേട്ടോ. 44 ഇഞ്ചസ് ആണ് വിട്ട്, 320 ആണ് പെർ മീറ്റർ റേറ്റ്. ഇതിൻ്റെ നമ്മളെപ്പോഴും ചെയ്യുന്നതാണെന്നാലും പറഞ്ഞേക്കാം, പുറമേ മൊഡാല് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്കാണ്. ഉള്ളിൽ ഇത് കണ്ടോ, കോട്ടൺ ആണ് വരുന്നത്. ഉള്ളിൽ നല്ല ഭംഗിയുള്ള കോട്ടൺ ഫാബ്രിക്. അതുകൊണ്ട് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം. ആൻഡ് ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് ടോപ്പ്. കാരണം കുറച്ചിങ്ങനെ ബൾജ് ചെയ്തൊക്കെ നിൽക്കാണ്ടിരിക്കും. പക്ഷേ നല്ല ഭംഗിയായിട്ട് ലൈനിങ് ഇട്ടാൽ നിൽക്കുന്നതാണ്. എനിക്ക് തയ്ച്ച് കിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കാണിക്കാത്തത്. കുറേ ഷെയ്ഡ്സ് ഞാൻ എടുത്ത് വെച്ചേക്കുക, തയ്ച്ച് കിട്ടിയില്ല. നല്ല ഭംഗി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കംഫർട്ടബിളാണ് വെയർ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ കോട്ട് സെറ്റ് ബോട്ടത്തിന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ബോട്ടത്തിന് നമുക്ക് ലൈനിങ് വിത്തൗട്ട് ലൈനിങ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ്. അടുത്ത അതിൻ്റെ ഷെയ്ഡ് വരുന്ന ഇതൊരു പുതിയ ഷെയ്ഡാണേ. ഇത് കണ്ടോ, ഒരു പിസ്ത ഗ്രീൻ അല്ലെങ്കിൽ ഒരു ഏലക്ക ഗ്രീൻ കളർ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. പിസ്ത ഷെയ്ഡും ഉണ്ട്, ഏലക്കയുടെ ഒരു തൊണ്ടിൻ്റെ ഒരു കളറുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഷെയ്ഡും കൂടെ വരുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു എക്സാമ്പിൾസ് പറയുന്നത്. എൻ്റെ എക്സ്പ്ലനേഷൻ കുറച്ച് കൂടുതലാണെന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ കാണാറുണ്ട്. ഞാൻ ഇങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുള്ളൂ. കാരണം ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞ് എടുപ്പിക്കുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. കാരണം ഓരോ ആൾക്കാർ എന്തോരം പറഞ്ഞാലും നമ്മളിപ്പോൾ ഇതിൻ്റെ പ്രൈസും വിട്ടും എല്ലാം വീഡിയോയിൽ പറയുന്നുണ്ട്. എന്നാലും മെസ്സേജിൽ ചോദിക്കും. അപ്പോൾ ഓൾറെഡി അങ്ങ് പറയുവാണെങ്കിൽ ഒരു 80% ആൾക്കാർക്കും മനസ്സിലാവുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. ഇതാണ് ഷെയ്ഡ് വരുന്നത്. നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരു പ്രത്യേക കളറാണ്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇതെടുക്കുന്നത്. പേസ്റ്റൽ ഷെയ്ഡ് നമ്മൾ അങ്ങനെ എടുക്കാറില്ല. നല്ല രസമുള്ളൊരു ഏലക്ക ഗ്രീനും പിസ്ത ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് ഇങ്ങനെ വരുന്നു. 320 പെർ മീറ്റർ, 44 ഇഞ്ചസ് വിട്ട്. അടുത്ത ഗജി സിൽക്കിൽ നമുക്ക് ബിസ്ക്കറ്റ് ഷെയ്ഡിൻ്റെ കുറച്ചും കൂടെ ഒരു റോസ് ഗോൾഡ് ഷെയ്ഡൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുള്ള, നമ്മൾ ബിസ്ക്കറ്റ് ഷെയ്ഡായിരുന്നു, പക്ഷേ ഇതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ്. നല്ല ഭംഗിയുണ്ട്. ഇതും കുറച്ചുകൂടി നല്ല നമ്മുടെ ഫേസിന് നല്ല ബ്രൈറ്റ് ആക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. നമ്മൾ ആദ്യം കൊണ്ടുവന്നതിനേക്കാളും നല്ല രസമുള്ളൊരു ബിസ്ക്കറ്റ് ഷെയ്ഡ് ഇങ്ങനെ വരുന്നു. ഇതിലേക്ക് കുറച്ചുകൂടി റോസ് ഗോൾഡ് ടിൻ്റെ ഒരു മെറ്റൽ ഷെയ്ഡൊക്കെ കയറി വരുന്നുണ്ട്. അതാണ് ഇതിനകത്തൊരു ചേഞ്ച് വരുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ വരും. 320 പെർ മീറ്റർ, 44 ഇഞ്ചസ് വിട്ട്. അടുത്ത ഞാൻ വേറെ ഇതിരിക്കുന്ന ഫാബ്രിക്കാണ്. പ്യുവർ ആയിട്ടുള്ള വിസ്കോസ് ഓർഗൻസ ഫാബ്രിക്കിലേക്ക് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വരുന്ന ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഈ ഒരു വർക്ക് ഭയങ്കര ട്രെൻഡാണ് ഇപ്പോൾ. ഇതാണ് അതിൻ്റെ വർക്ക് വരുന്നത് കേട്ടോ. ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ആണ്. മൾട്ടി കളർ ത്രെഡും കൊണ്ടാണ് എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വിസ്കോസ് ഓർഗൻസയാണ് കേട്ടോ. കണ്ടോ, സാരിക്ക് നല്ല രസമായിരിക്കും ഇത്. സാരിയും ബ്ലൗസും സെയിം മെറ്റീരിയലിൽ തന്നെ വേണമെങ്കിൽ ചെയ്യാം. നല്ല ഭംഗിയായിട്ട് നമുക്കൊരു സാരി മേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫാബ്രിക്കാണ്. 475 ആണ് പെർ മീറ്റർ റേറ്റ്. പ്യുവർ വിസ്കോസ് ഓർഗൻസയാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ. ഇതാണ് അടുത്തത്. അതിൻ്റെ ഒരു ഷെയ്ഡ് നമുക്കൊരു വൈറ്റ് ഷെയ്ഡിലേക്ക്, ഒരു മിൽക്കി വൈറ്റ് ടോണിലേക്ക് സെയിം ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി തന്നെ വന്നിരിക്കുന്നു. എംബ്രോയിഡറിയുടെ കളർ ഷെയ്ഡ് സെയിം തന്നെയാണ് വരുന്നത്. ഇതാണ് എംബ്രോയിഡറി. നല്ല ഭംഗിയായിട്ടിരിക്കുന്നു. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് നമുക്ക് സാരി ആക്കിയാൽ നല്ല രസമായിരിക്കും. ഇനിയിപ്പോൾ ഈസ്റ്റർ കഴിഞ്ഞാൽ ഹോളി കമ്മ്യൂണിയൻസും അതുപോലെ ബാപ്റ്റിസം ഫങ്ഷൻസും ഒക്കെ നോക്കി എല്ലാവരും വരുന്നുണ്ട് കുറേ പേരൊക്കെ. സോ ഇത് നമുക്ക് സാരി ആക്കാനും
ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനും എ ലൈന് എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിള്ളേർക്ക് ഉടുപ്പൊക്കെ ചെയ്യാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. ഒരേതുപോലത്തെയൊക്കെ നമുക്ക് പാറ്റേൺ ഒക്കെ അനുസരിച്ച് ചെയ്യണമെങ്കിൽ നല്ല രസമായിട്ടിരിക്കും. ഞാനിപ്പോൾ ബ്ലാക്കിൻ്റെ പുറത്ത് വയ്ക്കുന്നതുകൊണ്ട് വൈറ്റിന് അത്ര ഭംഗിയിട്ടില്ല, പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട്. 475 per meter, 44 inches ആണ് വിട്ട് വരുന്നത്. ഇങ്ങനെ വരും. പ്യുവർ വിസ്കോസ് ഓർഗൻസ, നല്ല സോഫ്റ്റ് ഓർഗൻസയാണ് കേട്ടോ. ഇത് കിട്ടേക്കണുണ്ട്. ഇത് കുറച്ചെങ്കിലും ഇത് പൊങ്ങി നിൽക്കുന്നുണ്ടോ നോക്കി, നല്ല ഫിഗർ ഫിറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ, നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്ന മെറ്റീരിയലാണ്. ജോർജറ്റ് പോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഫാബ്രിക്കാണ്. ക്രേപ്പാണ് ഞാൻ ലൈനിങ് ഇട്ടിരിക്കുന്നത്. അടുത്ത നമുക്ക് കോട്ടൺ ഫാബ്രിക്കിലേക്ക് മിറർ വർക്കും ഫോയിൽ വർക്കും വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഇങ്ങനെ വരും. നല്ലൊരു റെഡാണ്, നല്ല ഭംഗിയുള്ളൊരു ബ്ലഡ് റെഡ് ടോണിലേക്ക് മൾട്ടി കളർ പ്രിൻറ്റ്, ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്തിട്ട് ഫോയിൽ പ്രിൻറ്റും ഉണ്ട്. അതിൻ്റെ പുറത്തേക്കായിട്ടാണ് ആ ഒരു ത്രെഡും ഒരു മിറർ വർക്കും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരും. നല്ല രസമുള്ളൊരു വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വരും. നല്ല കോട്ടൺ ഫാബ്രിക്കാണ് കേട്ടോ. ഇങ്ങനെ വരുന്ന ഫാബ്രിക്ക് 295 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. 44 inches ആണ് വിട്ട്. അടുത്ത നമുക്ക് ലിനൻ കോട്ടൺ ഫാബ്രിക്കിലേക്ക് മിറർ വർക്ക്, സ്കാറ്റേർഡ് ആയിട്ടുള്ള മിറർ വർക്ക് കൊടുത്തിരിക്കുന്ന നല്ല രസമുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. ഡിജിറ്റൽ പ്രിൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ലിനൻ കോട്ടൺ ആണ് മെറ്റീരിയൽ. ലിനനും കോട്ടണും മിക്സ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ. നല്ല രസമുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. ഇങ്ങനെ വരും. അടിപൊളി ജെറ്റ് ബ്ലാക്ക് കളറിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ കണ്ടോ ലിനൻ ഫാബ്രിക്കിൽ വരുന്ന ഒരു വൈറ്റ് ഷെയ്ഡാണ്. അപ്പോൾ അത് നമുക്ക് ഒരുമിച്ചിരിക്കുമ്പോൾ കുറച്ചൊരു ലൈറ്റ് ഒരു ബ്ലാക്ക് ആയിട്ടാണ് തോന്നുന്നത്. പക്ഷേ ലൈനിങ് ഇട്ട് കഴിയുമ്പോൾ ജെറ്റ് ബ്ലാക്കിലേക്ക് വരുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ലൊരു പ്രത്യേക ഒരു എലഗൻസ് ഉള്ളൊരു മെറ്റീരിയലാണ്. ഇത് കണ്ടോ, ആ ഒരു ബ്ലാക്കിൻ്റെ പുറത്തേക്ക് വെച്ചപ്പോൾ കണ്ടോ, നല്ല രസമായിട്ട് നിൽക്കും. അടിപൊളി മെറ്റീരിയലാണ്. ഞാനത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചായിരുന്നു. നല്ല കംഫർട്ടബിളാണ്, നല്ല സോഫ്റ്റ് ഫാബ്രിക്കുമാണ്, വാഷബിളും ആയിട്ടുള്ള മെറ്റീരിയലാണ്. 295 per meter, 44 inches വിട്ട്. ഇങ്ങനെ വരും കേട്ടോ മെറ്റീരിയൽ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അതിൻ്റെ മിറർ വർക്കൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കും. നല്ല ജെറ്റ് ബ്ലാക്കാണ്. ഇതൊരു ബെയ്ജും ഒരു ഡാർക്ക് ഒരു പീച്ചിഷ് മെറൂൺ ടോണ് അതൊക്കെയാണ് അതിലേക്ക് പ്രിൻറ്റിൻ്റെ ഒരു ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാണ് മെറ്റീരിയലിൻ്റെ ക്ലോസ് ലുക്ക്. അടുത്ത നമുക്ക് ലിനൻ കോട്ടണിൽ മൾട്ടി കളർ പ്രിൻറ്റ് വന്നിരിക്കുന്ന നല്ലൊരു ബ്രൈറ്റ് ഷെയ്ഡിലേക്ക്, നല്ല ബ്രൈറ്റ് ഷെയ്ഡ്സിലാണ് എൻ്റെ പ്രിൻറ്റ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു വൈബ്രൻറ്റ് പിങ്ക് ഉണ്ട്, ഓറഞ്ച്, യെല്ലോ, അങ്ങനെ പല കളേഴ്സിൽ കൊടുത്തിരിക്കുന്ന പ്രിൻ്റാണ്. സ്കാറ്റേർഡ് ആയിട്ടുള്ള മിറർ വർക്കും കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടതിൻ്റെ തന്നെ കളർ ചേഞ്ചും പ്രിൻറ്റും ഡിഫറെൻ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. ഇങ്ങനെ വരും. നല്ല ഭംഗിയുണ്ട്. നമുക്കൊരു ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ട്രിപ്പ് മോഡിലൊക്കെ ആയിരിക്കും. സോ നമുക്ക് ട്രിപ്പൊക്കെ പോകുമ്പോൾ ഒരു എലൈൻ ഫ്രോക്കോ അങ്ങനെയൊക്കെ ചെയ്ത് ടോപ്പ് ആയിട്ടോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ്. വാഷബിളും ആണ്. 295 ആണ് പെർ മീറ്റർ റേറ്റ്. 44 inches വിട്ട്. ഇങ്ങനെ വരുന്നു മെറ്റീരിയൽ. അടുത്ത പ്യുവർ മൊഡാൽ സിൽക്ക് ഫാബ്രിക്കിലേക്ക് ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. മൊഡാൽ സിൽക്കും ഉണ്ട്, ഒരു ക്രേപ്പ് സിൽക്കും എല്ലാം കൂടെ ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു മെറ്റീരിയലാണ്. പ്യുവർ സിൽക്ക് ഫാബ്രിക്കാണ്. നല്ല രസമുണ്ട് ആ ഒരു കളർ കാണാനായിട്ടൊരു ബ്ലഡ് റെഡ് ഷെയ്ഡിലേക്ക്. കളർ കോമ്പിനേഷൻസ് കണ്ടോ, ഒരു എന്ത് ഷെയ്ഡാ, ഒരു പിങ്കും നല്ല അതിൻ്റെ ലീഫിൻ്റെ ഒക്കെ ഷെയ്ഡ് കൊടുത്തിരിക്കുന്ന നല്ലൊരു പ്രത്യേക തരം ഒരു കളറാണ്. ഇങ്ങനെ വരും. നമുക്കൊരു കഫ്താൻ സ്റ്റിച്ച് ചെയ്യാനോ അല്ലെങ്കിൽ സ്ലിറ്റഡ് ടോപ്പായിട്ടോ എ ലൈനായിട്ട് ഫ്രോക്കായിട്ട് ഷർട്ടായിട്ട് നമുക്ക് ജീൻസിൻ്റെ ഷർട്ടായിട്ടൊക്കെ അടിക്കാൻ പറ്റിയ മെറ്റീരിയലാണ്. മൊഡാലിൻ്റെ കനമാണ് കേട്ടോ. മൊഡാലിൻ്റെ അതേ തിക്നെസ് തന്നെയാണ്. ഇങ്ങനെ വരും. നല്ല രസമുണ്ട്. 505 ആണ്, കുറച്ച് എക്സ്പെൻസീവ് ആണ്. 505 per meter ആണ് വന്നിരിക്കുന്നത്. 44 inches ആണ് വിട്ട്. 2.5 meters എടുത്തിട്ട് ഒരു സ്ലിറ്റഡ് ടോപ്പ് അല്ലെങ്കിൽ ഒരു എയർലൈൻ ടോപ്പോ ഒരു ഷർട്ട് നമുക്ക് ജീൻസിൻ്റെ ഷർട്ടൊക്കെ ചെയ്യാനും നല്ല മെറ്റീരിയലാണ്. ഇങ്ങനെ വരും. നല്ല ബ്ലഡ് റെഡ് ടോൺ. 44 inches വിട്ട്. 505, 505 രൂപയാണ് പെർ മീറ്റർ റേറ്റ്. അടുത്ത പ്യുവർ മസ്ലിൻ സിൽക്ക് ഫാബ്രിക്കിലേക്ക് വന്നിരിക്കുന്ന ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്തേക്കുന്ന മെറ്റീരിയലാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ സീ കട്ട് ടോപ്സോ അല്ലെങ്കിൽ ഫ്രോക്കായിട്ടോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല മെറ്റീരിയലാണ്. നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ്. പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഉടുപ്പൊക്കെ തയ്ക്കാനും ഒക്കെ നല്ല മെറ്റീരിയലാണ് കേട്ടോ. ഇങ്ങനെ വരും. നല്ല ഭംഗിയുള്ളൊരു റെയർ കൈൻഡ് ഓഫ് ഒരു പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. മൾട്ടി കളർ പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. ഡിജിറ്റൽ പ്രിൻറ്റ്. 44 inches ആണ് വിട്ട്. 425 ആണ് ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് ആണ്. നല്ലത് പ്രീമിയം റേഞ്ചിൽ തന്നെ വരുന്ന നല്ല പ്രീമിയം ക്ലാസി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മളെപ്പോഴും കാണുന്ന കൈൻഡ് ഓഫ് ഒരു പ്രിൻ്റ് അല്ല, നല്ല രസമുണ്ട്. ജെറ്റ് ബ്ലാക്ക് ആണ് ഇതിൻ്റെ ബേസ് കളർ വരുന്നത്. ഷെയ്ഡ്സിൻ്റെ മൾട്ടി കളർ ഷെയ്ഡ്സ് വരുന്നത് ഇതൊക്കെയാണ്. ഓറഞ്ച്, പിങ്ക്, യെല്ലോ ഉണ്ട്, റെഡ്, ഗ്രേ, അങ്ങനെ പല കളേഴ്സിലാണ് അതിൻ്റെ പ്രിൻറ്റിങ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത്, ഇപ്പോൾ പ്രിൻറ്റിൻ്റെ കളർ സെയിം തന്നെയാണ്. ഇതിൻ്റെ ബേസ് കളർ ബ്ലാക്ക് ആണ്. നെക്സ്റ്റ് വരുന്നത് ടീൽ ബ്ലൂ ഷെയ്ഡ് വരും ബേസ് കളറിലേക്ക്. ബേസായിട്ട് ടീൽ ബ്ലൂ വരുന്നു. അങ്ങനെ വരും. നല്ല രസമുള്ള മെറ്റീരിയലാണ് കേട്ടോ. ടീൽ ബ്ലൂ ഷെയ്ഡിലേക്ക് വരും. ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും. ഒരു
എ ലൈനും ഫ്രോക്കായിട്ടും അതുപോലെ തന്നെ സീ കട്ടിലൊക്കെ നമ്മൾ ചെയ്യത്തില്ല, അതുപോലെയൊക്കെ ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ്. ടീൽ ബ്ലൂ ആണ് നെക്സ്റ്റ് ഷെയ്ഡ്. ഭയങ്കര ഡാർക്ക് ടീൽ ബ്ലൂ അല്ല, നല്ല ഭംഗിയുള്ളൊരു ടീൽ ബ്ലൂ. പ്രിൻറ്റിൻ്റെ സെയിം കളർ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ വരും. 44 ഇഞ്ചസ് വിത്ത് 425 പെർ മീറ്റർ വരുന്നു. നെക്സ്റ്റ് വരുന്ന വൈറ്റ് ആണ് ബേസ് കളർ. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അത്ര ഭംഗി ഉണ്ടാവില്ല എന്ന്, പക്ഷേ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും. ഞാനിത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് കാണിക്കാം കേട്ടോ അടുത്തത്. കാരണം എല്ലാം കൂടെ കിടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നല്ല രസം ഉണ്ടാവും. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ടാവും. എ ലൈനൊക്കെ അടിക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും സ്ലിറ്റഡിനേക്കാളും. നമ്മൾ ക്യാഷ്വൽ ആയിട്ടൊക്കെ ഇടുന്ന മെറ്റീരിയൽസ് ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പിൽ അടിക്കാനായിട്ടായിരിക്കും കുറച്ചുകൂടി നന്നാവുക. നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്, നല്ല ബ്രീത്തബിൾ ആയിട്ടുള്ള പ്യുവർ സിൽക്കാണ് കേട്ടോ. ഇതാണ് ബ്ലാക്ക്. നല്ല രസമല്ലേ കാണാൻ. ഇതാ അടുത്തതിൻ്റെ വൈറ്റ് കളർ ബേസ് വന്നിട്ട് സെയിം കളേഴ്സിലാണ് പ്രിൻറ്റ്. ഡിജിറ്റൽ പ്രിൻ്റാണ് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ വരും മെറ്റീരിയൽ. നല്ല രസമുള്ളൊരു കളറ്, വൈറ്റ് കളറിൽ വന്നിട്ട് നല്ല രസമുണ്ട് കേട്ടോ. 44 ഇഞ്ചസാണ് വിട്ട് വരുന്നത്, 425 പെർ മീറ്റർ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ്. പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയച്ചോളാം. നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് യൂട്യൂബിൽ കാണുന്നവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും ഉണ്ട്. സോ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ചാറ്റ് ബോക്സിലേക്ക് വരാം. അതുപോലെ തന്നെ നമ്മുടെ പാർസൽസ് എല്ലാം ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ ആയിട്ടാണ് ഡിസ്പാച്ച് ചെയ്യുള്ളൂ. അയച്ചോ എന്ന് ചോദിച്ച് ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ. ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ ആയിട്ടാണ് ചെയ്യുള്ളൂ. മൺഡേ നമുക്ക് വിഷു ആണ്, അതുകൊണ്ട് പോസ്റ്റ് ഓഫീസും കൊറിയർ സർവീസ് എല്ലാം ഹോളിഡേ ആയിരിക്കും അന്ന്. അതല്ലാതെ തന്നെ നമുക്ക് റണ്ണിങ് ഫാബ്രിക്സ് എല്ലാം ട്യൂസ്ഡേ വെനസ്ഡേ ഒക്കെ ആയിട്ടാണ്. കാരണം കട്ട് ചെയ്ത് എല്ലാവരുടെയും സോർട്ട് ചെയ്തൊക്കെ ചെയ്യണ്ടേ, അപ്പോൾ അതിന് ടൈം എടുക്കും. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ വെപ്രാളം പിടിച്ച് ചോദിച്ചുകൊണ്ടിരിക്കരുത് അയച്ചോ എന്ന്. ട്യൂസ്ഡേ വെനസ്ഡേ ആയിട്ടായിരിക്കും ഡിസ്പാച്ച് ഡേറ്റ്. താങ്ക് യു.